പ്രശാന്ത് ചേട്ടാ, ഉത്തരേന്ത്യയിൽ ചില നേതാക്കന്മാരുണ്ട്. കാരണം അവർ അടുത്ത ആരാണോ അധികാരത്തിൽ വരുന്നത് ആ പാർട്ടി അവർക്ക് മണത്തറിയാൻ കഴിയും. പിന്നീട് ആ ചേരിയിലേക്ക് ഇവർ മാറും. കേരളത്തിലും അത്തരം രാഷ്ട്രീയമുണ്ട്. അത് പ്രധാനമായും ആ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരള കോൺഗ്രസ് ആണ്. അപ്പോൾ കേരള കോൺഗ്രസ് എന്തായാലും UDF നിന്നും LDFിലേക്ക് അധികാരം മോഹിച്ചെത്തുകയും ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള MP സ്ഥാനം ഉൾപ്പെടെയുള്ളവ അവർക്ക് LDF നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ചർച്ചയുണ്ടല്ലോ, കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന ചർച്ച മുന്നോട്ട് പോകുകയാണ്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിൽ ചർച്ച നടത്തുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. ചിലപ്പോൾ എന്തായാലും കോൺഗ്രസിലേക്ക് UDFിലേക്ക് ജോസ് കെ മാണി ചാടുമോ? പറഞ്ഞതുപോലെ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത തന്നെ നിരന്തരം മുന്നണി മാറുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് അധികാര തർക്കങ്ങൾക്ക് വേണ്ടി പാർട്ടി പിളർത്തുന്ന ഒരു പാർട്ടി. അതായത് കേരള കോൺഗ്രസ് എത്ര പാർട്ടി ആയിട്ടുണ്ടെന്നുള്ള വളരുമെന്നാണ് മാണി എന്ന് പറയുന്നത്. മാണിയോട് പിളരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പിളരും തോറും വളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. മാണി ഒരു അധികായകനായ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതൊക്കെ പറയാൻ പറ്റും. അദ്ദേഹത്തിന് ആ പാർട്ടിയെ പിടിച്ചു നിർത്താൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ ആ പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കോൺഗ്രസിനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോ ഒക്കെ നിൽക്കേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പാർട്ടി സംവിധാനം ഉണ്ടായിരുന്നു. അത് നിർത്താൻ കഴിവുള്ള നേതാവായിരുന്നു. കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന നേതാവായിരുന്നു. മറിച്ച് ഈ മാണിക്ക് ശേഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ജോസ് കെ മാണി ഏറ്റെടുത്തതിന് ശേഷം കേരള കോൺഗ്രസ് മാണിയെ ഗ്രൂപ്പിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിനൊരു മന്ത്രിയാവുന്നതിന് വേണ്ടി ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് മുന്നിൽ കണ്ട് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് വരികയാണുണ്ടായത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ പലതും നടന്നിട്ടുള്ളൂ. കാർത്തികേയൻ മരണശേഷം കാർത്തികേയൻ്റെ മോൻ ജയിക്കുന്നു. PT തോമസിൻ്റെ മരണത്തിന് ശേഷം ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജയിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മോൻ ജയിക്കുന്നു. ഏക മരണത്തിന് ശേഷം അംഗീകരിക്കപ്പെടുന്ന, ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാ പാർട്ടികളും അംഗീകരിക്കുന്ന നേതാവായിട്ടുള്ള മാണിയുടെ മരണത്തിന് ശേഷം ആ സീറ്റിൽ പരാജയപ്പെടുന്ന ജോസ് കെ മാണിയാണ് നമ്മൾ കണ്ടത്. ഞാനിത് പറയാം, അതായത് അത്രയ്ക്ക് മാണി ഇരുന്ന സമയത്ത് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ മക്കത്തായം എന്ന് പറയുന്ന പോലെ ആ ഇത് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാണി ആഗ്രഹിച്ചു. മാണിയുടെ മകനെ കൊണ്ടുവന്നു. അന്ന് പല നേതാക്കന്മാരെ ഇതിനകത്തുനിന്ന് പിണക്കവും ഒക്കെ ഉണ്ടായി. ചിലർ വെളിയിൽ പോയി, ചിലർ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കൊണ്ടുവന്നെങ്കിലും പലവട്ടം അദ്ദേഹത്തിൻ്റെ മാത്രം സ്വാധീനത്തിൽ ലോകസഭയിൽ വരികയും വീണ്ടും അദ്ദേഹത്തിൻ്റെ കാലശേഷം ജയിക്കുമോ എന്ന് സംശയിച്ച് രാജ്യസഭയിലേക്ക് മാറിയ നേതാവായി ജോസ് കെ മാണി. ഓർമ്മയുണ്ടല്ലോ. ശേഷം തോമസ് ചാഴിക്കാടൻ അവിടെ ജയിക്കുന്നു. ഈ പ്രാവശ്യം തോമസ് ചാഴിക്കാടൻ അവിടെ നിന്ന് മത്സരിച്ച് തോക്കുന്നു. അതായത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനും അല്ലെങ്കിൽ കേരള കോൺഗ്രസിനും ഒരു പ്രത്യേക മുഖമുണ്ട്. ആ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇനി അങ്ങോട്ട് എന്തെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല, ഒരിക്കലും അവർ മാർക്സിസ്റ്റ് പാർട്ടി പോലുള്ള പാർട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അണികൾ ഉള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ ആ സ്വഭാവമുള്ള ഭൂരിപക്ഷം അണികളുള്ള ഒരു പാർട്ടിയല്ല കേരള കോൺഗ്രസ്. അതിനകത്ത് ചില സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും അല്ലെങ്കിൽ പാലാ പോലെയും കടുത്തുരുത്തി പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ ഈ പറയുന്ന റബ്ബർ കർഷകരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കർഷകരും സമ്പത്തുള്ളവരുമായിട്ടുള്ള ക്രിസ്ത്യാനികൾ അവർ കോൺഗ്രസിനെക്കാട്ടി വലിയ ഈ പറയുന്ന കേരള കോൺഗ്രസും ആ ലൈനിൽ നിൽക്കുന്നവർ, അവർക്ക് ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലൈനോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയോളജിയോ അതിൻ്റെ തത്വശാസ്ത്രമോ ഒന്നും അത്രയ്ക്ക് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജോസ് കെ മാണിയുടെ അച്ഛൻ വളരെ കുറഞ്ഞ കാലം CPM-നകത്തോട്ട് പോവുകയും അതിൻ്റെ അപകടം മനസ്സിലാക്കി തിരിച്ചു വരികയൊക്കെ ചെയ്തു. ഇപ്പോൾ ജോസ് കെ മാണിക്കും അപകടം മനസ്സിലായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് മനസ്സിലായ അപകടം അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ക്രിസ്ത്യാനിക്കകത്ത് കോൺഗ്രസിനോടുള്ള അതിർത്തി കാരണം ക്രിസ്ത്യാനി BJPയോട് അടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം UDFനും അല്ലെങ്കിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ മനസ്സിലായി. അപ്പോൾ ക്രിസ്ത്യാനിയുടെയും മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗ്, അതായത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വോട്ട് ഏറ്റവും കൂടുതൽ മേടിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരുന്ന പാർട്ടി കോൺഗ്രസ് തന്നെ. അത് നമ്മൾ പറയാതിരിക്കുന്ന നിവൃത്തിയാണ്. അപ്പോൾ പ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ വളരെ വലിയ സഹായം കോൺഗ്രസിനുള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസിൻ്റെ ഒരു അല്ലെങ്കിൽ കുറവ്
മറ്റ് ചില കേരള കോൺഗ്രസുകൾ കൂടെ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അത്ര ആ കേരള കോൺഗ്രസിന് മാണി കൊടുത്തതുപോലെ ഒരു ബലവും അല്ലെങ്കിൽ മാണി ആ സമുദായത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമൊക്കെ ഇല്ലെന്ന് തോന്നുന്നതുകൊണ്ട് മുസ്ലിം ലീഗ് എന്ന താല്പര്യം എടുത്താണ് ഈ ചർച്ചകൾ നടത്തുന്നത് നമുക്ക് മനസ്സിലാകും. അതിനകത്ത് ചില സഭാ മേലധ്യക്ഷന്മാരുമൊക്കെ ഈ ചർച്ചയിൽ പങ്കാളും. ഈ ചർച്ചയോടെ ഒരുപക്ഷെ ഉള്ളുകൊണ്ട് താല്പര്യമാണ് ഈ ജോസ് കെ മാണിക്ക്. കാരണം ജോസ് കെ മാണിക്ക് അതിനകത്ത് നിന്നാൽ ഈ നാളെ കാലത്ത് ഇല്ലായ്മയായി പോകും എത്രയും എന്നുള്ള കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കോട്ടയത്ത് സംസ്ഥാന ലെവലിലാണ് ഇത്തരം തീരുമാനം. കോട്ടയത്ത് മാണി വരുന്നതിന് അന്നേ കോട്ടയത്തെ പാർട്ടി സംവിധാനത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്, എതിരായിരുന്നു. അതാണ് നമ്മൾ ആ മുനിസിപ്പാലിറ്റിയിലൊക്കെ ചെയർമാൻഷിപ്പ് ഒക്കെ വന്നപ്പോൾ കണ്ടത്. അപ്പം ഇപ്പം പരിശോധിക്കുമ്പോൾ ലോക്സഭയെ പരിശോധിക്കുമ്പോൾ വോട്ട് വീതം കുറയുന്നതും അത് ഇദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ മാണിയുടെ വോട്ട് നിൽക്കാതെ വരുന്നതിന് ഉദാഹരണമാണ് ലോക്സഭയിലുള്ള പരാജയം. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി മാറുന്നതിനൊരു സാധ്യത അല്ലെങ്കിൽ അതിനൊരു കാരണം നോക്കിയിരിക്കുന്ന ഒരു ജോസ് കെ മാണിയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, UDF നിൽക്കുമ്പോൾ വിലപേശാൻ കഴിയും, LDF നിൽക്കുമ്പോൾ അത് കഴിയില്ല എന്നൊരു തോന്നൽ ഈ മാണിക്ക് ഉണ്ടാകുമോ? ജോസ് കെ മാണിക്ക് കറക്റ്റായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അപജയമാണ്. കോൺഗ്രസിനകത്ത് വിലപേശൽ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കുന്നു. അത് മുസ്ലിം ലീഗിൻ്റെ ആയാലും കേരള കോൺഗ്രസിൻ്റെ ആയാലും ഒക്കെ വിലപേശൽ നടക്കുന്ന പാർട്ടി ഇതേ ഉള്ളൂ. LDF അതൊന്നും നടക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ രാജ്യസഭാ സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന അല്ലെങ്കിൽ കുഴപ്പത്തിനകത്ത് വീണ്ടും ഒരു കുഴപ്പത്തിലേക്ക് പോകണ്ടെന്ന് കണ്ടാണ് തർക്കത്തിൽ വരാതെ രാജ്യസഭാ സീറ്റ് വീണ്ടും മാണിക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മാണിക്ക് കൊടുക്കത്തൊന്നുമില്ല, CPM തന്നെ കൈവച്ചേക്കത്തേ ഉള്ളൂ. അപ്പോൾ വിലപേശൽ രാഷ്ട്രീയം അല്ലെങ്കിൽ സമ്മർദ്ദ രാഷ്ട്രീയം നടക്കാത്ത പാർട്ടിയാണ് CPM. അതൊരു പക്ഷേ ആ പാർട്ടി അങ്ങനെ നടത്തി കൊടുക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. കാരണം ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാർട്ടികൾക്ക് വളരുവാൻ ഉള്ള സാധ്യത അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുത്ത് അവരെ വളർത്തുന്നത് എന്തിനാണ്? കോൺഗ്രസിൻ്റെ കുഴപ്പം അതാ. കോൺഗ്രസിന് ഇന്ന് കേരളത്തിലും ദേശീയ തലത്തിലും നിലനിൽക്കാൻ കഴിയാത്തതിൻ്റെ കാരണം തന്നെ ഈ പ്രാദേശിക പാർട്ടികളുടെ ആവശ്യമില്ലാത്ത സമ്മർദ്ദത്തിന് വഴങ്ങി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അവരെ ഭയപ്പെടുന്നു. പറയുന്ന മനസ്സിലാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിൽ മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് നിലനിൽപ്പില്ല എന്നുള്ള രീതിയിലേക്ക് പറയാം. ദേശീയ നേതാക്കൾ പോലും മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി മത്സരിക്കാൻ വയനാട് പോലെയുള്ളിടത്ത് വരുന്നു. അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റുകൾ കൃത്യമായിട്ട് ജയിച്ചു വരുന്നതാണെന്നും ബാക്കി ചില നമ്മുടെ കണ്ണൂർ പോലെയും അല്ലെ കാസർഗോഡ് പോലെയും മറ്റ് ചില മണ്ഡലങ്ങളിൽ മുസ്ലിമിന്റെ വോട്ട് വേണം കോൺഗ്രസിന് ജയിക്കാൻ. അത്തരത്തിൽ കോൺഗ്രസ് പല ജില്ലകൾ മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ ഒരു സീറ്റിൽ പോലും കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ സാധിക്കില്ല. ഈ അപ്രമാദത്തിലേക്ക് എത്തിച്ച കോൺഗ്രസ് അല്ലേ ഇപ്പോൾ. അതുകൊണ്ട് ബലപേശൽ തന്ത്രത്തിനകത്ത് മുസ്ലിം ലീഗ് പറയുന്നതിനകത്ത് നിന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറഞ്ഞതിന് ശേഷം മാത്രം പറയാൻ കഴിയുന്ന ഒരു പാർട്ടിയായിട്ട് മാറുമല്ലേ കോൺഗ്രസ്. ആ കേരളത്തിലെ അവസ്ഥ ചെയ്താൽ അത് എങ്ങനെയും അധികാരത്തിൽ വരണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൃത്യമായി നീങ്ങുന്ന സമയത്ത് ഇത് തന്നെയാണ് പാർട്ടിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് മാണി ഇപ്പം അല്ലെങ്കിൽ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ കാരുണ്യ പദ്ധതിയുടെയും അല്ലെങ്കിൽ റബ്ബറിൻ്റെ വിലസ്ഥിരത ഫണ്ടിൻ്റെ അകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടിയിൽ ഇടതുപക്ഷം നടത്താത്ത കാരണമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് കൂടുതൽ സീറ്റ് യാതൊരു കാരണവശാലും ഈ CPM പോലുള്ളവർ കൊടുക്കാൻ വരുമ്പോൾ ആ കാരണത്താൽ UDF പോകാമെന്നൊരു കാരണം ഉണ്ടാക്കാൻ നോക്കിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡിലേക്ക് ഒരു റബ്ബർ തൈയൊക്കെ പിടിച്ചുകൊണ്ട് കൈലിയൊക്കെ കൊടുത്തുകൊണ്ട് ഇദ്ദേഹം വളരെ കാലത്തിന് ശേഷം കർഷകരെ ഓർമ്മിപ്പിച്ച് ഒരു സമരമൊക്കെ നടത്തി. ഈ സമരത്തിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കർഷകരെ പുഷ്ടിപ്പെടുത്താനൊന്നുമല്ല. ഈ സമരത്തിൻ്റെ മറവിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള സമരമാണെങ്കിലും ഈ പറഞ്ഞതുപോലെ റബ്ബർ സ്ഥിരത ഫണ്ട് അല്ലെങ്കിൽ റബ്ബറിൻ്റെ വില കൂടുന്നതിന് ഇവിടുത്തെ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഇടപെടാൻ കഴിയുമെന്നുള്ള അല്ലെങ്കിൽ അവരുടെ ഇടപെടി ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള ഇൻഡയറക്റ്റായിട്ടുള്ള ഒരു പറച്ചിൽ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിൽ ക്രിസ്ത്യൻ വോട്ട് വലിയ രീതിയിൽ തന്നെ LDF ലഭിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനൊരു കാരണമായി ചൂണ്ടിക്കാണിച്ചത് ഈ ജോസ് കെ മാണിയുടെ കോൺഗ്രസിന്റെ വരവാണ്. അപ്പോൾ അങ്ങനെ ഒരു വോട്ട് ബാങ്കിനെ അങ്ങനെ വെറുതെ അവർ അങ്ങ് പോകട്ടെ, ചർച്ച നടത്തി പോകട്ടെ എന്ന് CPM ചിന്തിക്കില്ലല്ലോ. അവരും എന്തെങ്കിലും പകരം ഒരു ഓഫർ വയ്ക്കില്ല അവരെ പിടിച്ചു നിർത്താൻ. അതിനകത്ത് മാണിയെ നിർത്തുന്നത് കൊണ്ട് ഗുണമുണ്ടെന്ന് കണ്ടാൽ ഓഫർ വയ്ക്കുമായിരിക്കും, അല്ലെങ്കിൽ മാണിയെ നിർത്താൻ വേണ്ടി ശ്രമിക്കുമായിരിക്കും. ഇവർ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ രാഷ്ട്രീയ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റഡി ചെയ്യുന്ന പാർട്ടിയാണല്ലോ
CPM ഒരുപക്ഷെ രാഷ്ട്രീയം അവരുടെ കണക്കുകൂട്ടലിൽ പിഴച്ചിട്ടുണ്ടാവും. പക്ഷേ അപ്പം മാണി ഗ്രൂപ്പിനെ ഇതിനകത്ത് കൊണ്ടുവന്നതിന് കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം പോലുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ ചില സീറ്റുകൾ ജയിക്കുന്നതിന് വേണ്ടി സാധ്യമാകുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ഇപ്പം ആ തരത്തിലുള്ള കരുത്തും ആ തരത്തിലുള്ള ഒരു വോട്ട് ബാങ്കും ഒക്കെ അവരുടെ പുറകിലുണ്ടോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് CPM പരിശോധിക്കുന്നുണ്ടോ. പരിശോധിച്ചിട്ട് അത്തരത്തിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം കൂടെ നിർത്തിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വിലപേശി കൂടെ നിർത്തി ആനുകൂല്യങ്ങൾ CPM അനുഭവിക്കേണ്ട ആനുകൂല്യം മാണി ഗ്രൂപ്പിന് കൊടുക്കുന്നതിനകത്ത് CPM താല്പര്യം കാണത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഈ മാണി ഗ്രൂപ്പിന് പഴയതുപോലെയുള്ള വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പഴയ ആ സംവിധാനമൊന്നും കൂടില്ല. മാത്രമല്ല UDFനകത്ത് നിൽക്കുമ്പോൾ ഉള്ള ഒരു വോട്ട് ബാങ്ക് സംവിധാനമൊന്നും LDFനകത്ത് നിൽക്കുമ്പോൾ മാണിയുടെ അണികൾ ഒരുപക്ഷെ മാണി മാത്രം ആയിരിക്കും ഈ പറയുന്ന LDFൻ്റെ കൂടെ പോയിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്നത് പോലെ വളരെ കൂടുതലായിട്ടുള്ള അണികൾ പഴയ മാനസികാവസ്ഥ. എനിക്ക് അറിയാവുന്നൊരു സംസ്ഥാന നേതാവുണ്ട്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടുള്ള, പേര് പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കഴിഞ്ഞ അടൂരുള്ള ആണ്, അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പുള്ളി ഇപ്പോഴും നമ്മുടെ നേരത്തെ മന്ത്രിയുടെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഇരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ പറഞ്ഞു, എൻ്റെ മോനെ എന്നാണ് വിളിക്കും, ഞാൻ ആ പാർട്ടിക്കകത്ത് നിൽക്കുന്നതേ ഉള്ളൂ, പക്ഷേ എനിക്ക് ഒരിക്കലും ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഐഡിയോളജിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് പാർട്ടി മാറി വേറെ പാർട്ടി പോകാനുള്ള മാനസികാവസ്ഥയില്ല. ഞാൻ വളരെ കുഞ്ഞുനാൾ തൊട്ടേ അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ടേ അല്ലെ കേരള കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഇപ്പം കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, അത് ഇടതുപക്ഷത്തിൻ്റെ കൂടെയുള്ള രാഷ്ട്രീയം ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ള വളരെ കൂടുതൽ അണികളുടെ അവസ്ഥ എന്നാണ് പുള്ളി എൻ്റെ പറഞ്ഞത്. അല്ല, അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൽ പോകാൻ ഇവർ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ജോസഫ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ സമ്മതം മൂളും, അവരെന്തായാലും ഇതിനെ എതിർക്കാനല്ലേ ശ്രമിക്കുള്ളൂ. അല്ല, എതിർക്കാൻ ശ്രമിക്കാനുള്ള ഇത് പരസ്പരം ഇപ്പം പറഞ്ഞ കടുത്തുരുത്തിയും പാലാ സീറ്റുകൾ ഇപ്പം പാലാ സീറ്റ് മാണി സി കാപ്പനെ മാറ്റിക്കൊണ്ടുള്ള ഒരു സംവിധാനത്തിന് ഇപ്പോൾ UDF തയ്യാറത്തില്ല. അല്ലെ കടുത്തുരുത്തി സീറ്റ്, ഈ 2 സീറ്റുകളുടെ കാര്യത്തിനകത്ത് തീരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തർക്കമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അനൗദ്യോഗികമായിട്ട് വളരെ കൂടുതൽ സമയം മുസ്ലിം ലീഗിനകത്ത് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഈ സീറ്റുകൾ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ മലബാർ ഉൾപ്പെടെ ഇയാളെ ഷുവർ സീറ്റ് നിർത്തി ജയിപ്പിച്ചെടുക്കാം, അടുത്ത പ്രാവശ്യം മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകൾ വരെ നടക്കുന്നു. അതിനകത്ത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ കോട്ടയം സീറ്റ് മാണി തന്നെ തിരിച്ചു ചോദിക്കും. പക്ഷേ ഇപ്പോൾ മത്സരിച്ചിരിക്കുന്ന ജോസഫ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനകത്തൊക്കെ അവർ തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, ആ ചർച്ചയുടെ ചുക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കടിഞ്ഞാണ് ഏറ്റെടുക്കുന്ന മുസ്ലിം ലീഗ് ആയതുകൊണ്ട് ആ ചർച്ച മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് നാളെക്കാലത്തെ ഇരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ മാണിയുടെ മകൻ്റെയും ആഗ്രഹം, ജോസ് കെ മാണിയുടെ ആഗ്രഹം പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ പഴയ പ്രതാപത്തോടുകൂടി വീണ്ടും ഇരിക്കാമെന്നുള്ളതായിരിക്കും. ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രതാപവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാഠ്യവും ഒന്നും നടക്കുന്ന ഒരു പാർട്ടിയല്ല എന്ന് തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി കാണുമെന്നാണ് നമുക്ക് തോന്നുന്നത്.